അനുമോളും ഒനിലും കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അനുമോളോട് ഒനിൽ പറയുന്നുണ്ട്, അനുമോളെ ഇവിടെ നടക്കുന്നൊരു കളിയൊക്കെ അനുമോൾ അറിയുന്നുണ്ടോ? അപ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ചേട്ടാ, ഞാനൊന്നും അറിഞ്ഞില്ല. അത് എൻ്റെ ആര്യൻ്റെയും കൂടെ ഉള്ളൊരു വഴക്കുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? അപ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട്, അത് ആ മട്ടൻ പീസ് എടുത്തുകൊണ്ട് പോയതിൻ്റെ ആ ദിവസം ഉണ്ടായ വഴക്കാണോ? ആ അത് തന്നെ എന്ന് പറയാം. പക്ഷേ ആ വഴക്കിനകത്തൊക്കെ വേറെ ചില കളികളൊക്കെ ഇവിടെ നടന്നു. അതെയോ? ഞാനൊന്നും അറിഞ്ഞില്ല ചേട്ടാ, ഞാനിവിടെ കിച്ചണിലൊക്കെ ആയിരിക്കത്തില്ലേ, നമ്മളിതൊന്നും അറിയുന്നില്ലെന്ന് അനുമോൾ പറയുന്നുണ്ട്. ലിവിങ് റൂമിൽ ഇരിക്കുന്നവരെല്ലാം കിച്ചണിലേക്ക് നോക്കിയിരിക്കുന്നത് കൊണ്ട് അവർ ശ്രദ്ധിക്കുന്നത് മനസ്സിലാക്കിയിട്ടെന്ന് വേണം. ഒനിൽ പറയുന്നുണ്ട്, ഇവിടെ കുറച്ച് കളികളൊക്കെ നടന്ന, അനുമോൾ ഇതൊന്നും അറിഞ്ഞില്ലാന്നേ ഉള്ളൂ. പക്ഷേ ഞാനത് പറയാം, സൗകര്യം പോലെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം എന്താ കളി നടന്നതെന്ന്. അപ്പോൾ അനുമോൾ പറയുന്നത്, അതെയോ, ഓ അങ്ങനെയൊക്കെ ഉണ്ടായല്ലേ. ആ, ഇങ്ങനെയുള്ള ചില കളികളൊക്കെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്, നമ്മളൊന്നും അറിയത്തില്ല ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. ഞാനത് പിന്നീട് സൗകര്യം പോലെ അനുമോളടുത്ത് പറഞ്ഞു തരുന്നുണ്ട് എന്ന് ഒന്നിൽ പറയുന്നുണ്ട്. ആര്യൻ്റെ വീട്ടിൽ നിന്ന് മമ്മിയും ചേട്ടനും വന്നു പോയതിന് ശേഷം അന്നത്തെ ദിവസം രാത്രിയിലാണ് ഒനിൽ ആര്യനോടും ജിസേലിനോടും സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്തോ ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ട് ഒനിലിന്. അതാണ് തൻ്റെ പുറകിൽ നടന്ന കളിയെന്ന് ഒനിൽ ഉദ്ദേശിക്കുന്നത്. അത് സൗകര്യം പോലെ അനുമോളടുത്ത് പറയാനിരിക്കുകയാണ് ഒനിൽ.